എല്ലാവർക്കും നമസ്കാരം. സ്നേഹബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട വികാരിയച്ഛൻ ജോസഫ് വടക്കേമംഗലത്ത്, പ്രിയപ്പെട്ട കൊച്ചച്ഛൻ വാനസിംഹേച്ചേരിൽ, സിസ്റ്റർ തെരേസ സിസ്റ്റർ, എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ പറഞ്ഞോട്ടെ, ഇന്ന് ഒരു സ്പെഷ്യൽ ദിനമാണെന്ന്, വനിതകളുടെ ഒരു സ്പെഷ്യൽ ദിനം, വനിതാ ദിനമാണെന്ന്. എല്ലാ പ്രിയപ്പെട്ട അമ്മമാർക്കും ബഹുമാനപ്പെട്ട സിസ്റ്റർക്കും ടീച്ചർമാർക്കും വനിതാ ദിനത്തിൻ്റെ ആശംസകൾ ഏറ്റവും സ്നേഹബഹുമാനത്തോടെ നേരുകയാണ്. ആശംസ എന്ന ക്രമത്തിലേക്കാണ് ഞാൻ കടന്നു വരുന്നത്. ഏകദേശം 36 കൊല്ലം മുമ്പ് ഈ വിദ്യാലയത്തിൻ്റെ മുറ്റത്ത് കളിച്ചു വളർന്ന കുട്ടി തന്നെയാണ് ഞാൻ. എൻ്റെ കൂടെ കളിച്ചു വളർന്ന, എൻ്റെ കൂടെ പഠിച്ച ആളുകൾ, നിരവധി ആളുകൾ പുറകിലിരിപ്പുണ്ട്. പ്രസൂന്ന്, ജോൺ, മനോജ് അടക്കം ആളുകൾ. അപ്പോൾ ഈ വിദ്യാലയം മുറ്റത്ത് ഞങ്ങൾ ആദ്യ അക്ഷരങ്ങൾ പഠിച്ച് വളർന്നതോടൊപ്പം തന്നെ ഈ മുറ്റത്ത് ഈ ഞാവൽപ്പഴം പറിച്ചും ഈ പുളിമരമൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഊഞ്ഞാലുകളാടിയൊക്കെ ഞങ്ങൾ കളിച്ചത് ഞങ്ങളുടെ ബാല്യകാലം. ഇവിടെ വന്നിരുന്നപ്പോഴാണ് ഈ ബാല്യകാലത്തെ കുറിച്ച് ഓർമ്മ വരുന്നത്. ഈ വേദിയിൽ ആശംസാ പ്രസംഗം അർപ്പിക്കുവാൻ അവസരം നൽകിയിട്ടുള്ള ബഹുമാനപ്പെട്ട സിസ്റ്ററിന് ആദ്യം തന്നെ ആശംസകൾ അറിയിക്കുകയാണ്. ഇവിടെ സാൻ ജോസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ അതിൽ തന്നെ രംഗപൂജ അവതരിപ്പിച്ച കുട്ടികളുണ്ട്. വളരെ മനോഹരമായ രംഗപൂജ അവതരിപ്പിച്ച കുട്ടികൾ. അവരെ പരിശീലിപ്പിച്ച അധ്യാപകർക്കും മാതാപിതാക്കൾക്കും ആശംസകൾ ഏറ്റവും സ്നേഹപൂർവ്വം അർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ മനോഹരമായ ഇംഗ്ലീഷിൽ ഈ കുഞ്ഞുകുട്ടി മുഹമ്മദ് ഇഷാൻ നടത്തിയ പ്രസംഗം, ആശംസ അല്ലെങ്കിൽ പ്രസംഗം ഏറ്റവും സന്തോഷത്തോടെ ഞങ്ങൾ കേൾക്കുകയുണ്ടായി. മുഹമ്മദ് ഇഷാനും അവർ മാതാപിതാക്കൾക്കും അധ്യാപകർക്കും ഏറ്റവും സ്നേഹത്തോടെ ആശംസകൾ അറിയിക്കുന്നു. റിപ്പോർട്ട് അവതരിപ്പിച്ച സിസ്റ്റർ തെരേസ സിസ്റ്റർ, ഇവിടുത്തെ ഹിന്ദുസാണ്. സിസ്റ്ററിന് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. സിംഗിൾ സോങ് ആദ്യം തന്നെ മനോഹരമായ ഗാനം അവതരിപ്പിച്ച ആൻഡ്രിയ ജോജോയ്ക്ക് സ്നേഹത്തോടെ ആശംസകൾ അറിയിക്കുകയാണ്. അധ്യക്ഷ പ്രസംഗം ഏറ്റവും മനോഹരമായ രീതിയിൽ നമ്മളെ അവതരിപ്പിച്ച സ്നേഹബഹുമാനപ്പെട്ട വികാരിയച്ഛൻ ഫാദർ ജോസഫ് വടക്കേമംഗലത്ത് നിരവധിയായ, വളരെ കുറഞ്ഞ സമയം കൊണ്ടെങ്കിലും വളരെ കുറഞ്ഞ കാര്യങ്ങൾ ആ സമയം കൊണ്ട് നമ്മളെ മനസ്സിലാക്കി തന്നു. ബഹുമാനപ്പെട്ട വികാരിയച്ഛന് ഏറ്റവും സ്നേഹത്തോടെ ആശംസകൾ അറിയിക്കുന്നു. അനുഗ്രഹ പ്രഭാഷണത്തിലേക്ക് കടന്നു വന്ന, നമ്മുടെ ഇടവകയിലേക്ക് പുതുതായി കടന്നു വന്ന ബഹുമാനപ്പെട്ട കൊച്ചച്ഛൻ ഫാദർ അഗസ്റ്റിൻ മേച്ചേരിയിൽ, നിങ്ങളാരും എല്ലാവരും പരിചയപ്പെടും കാണത്തില്ലായിരിക്കും. പുതുതായി അച്ഛൻ വന്നിട്ട് 1-2 ആഴ്ച ആയതേ ഉള്ളൂ. അപ്പോൾ നല്ലൊരു പ്രസംഗമാണ് അച്ഛൻ കാഴ്ചവെച്ചത്. അച്ഛൻ നല്ലൊരു സന്ദേശവും ഇതിനിടെ പറഞ്ഞു. എന്നെ അടക്കം ബാധിക്കുന്ന ഒരു കാര്യമാണ് അച്ഛൻ പറഞ്ഞത്. അപ്പം എൻ്റെ സുഹൃത്ത് തന്നെയാണ് ഇപ്പോൾ എന്നോട് വന്നത്, ഇങ്ങനെ കാര്യം സൂചിപ്പിക്കണമെന്ന്, മൊബൈലിൻ്റെ കാര്യം, കുട്ടികളുടെ. അപ്പം എൻ്റെ വീട്ടിലും എല്ലാം നടക്കുന്ന കാര്യം തന്നെയാണ് ഈ മൊബൈലിൻ്റെ കാര്യം. 2 മക്കളുള്ള കാര്യം മൊബൈലിൽ പിടുത്തമുണ്ടാക്കുന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞതുപോലെ അച്ഛൻ സൂചിപ്പിച്ചേക്കണം, എനിക്ക് പറയാനുള്ളതില്ല, അച്ഛൻ തന്നെ ഒന്ന് പറഞ്ഞേക്കണം എന്ന് അച്ഛനത് വ്യക്തമായി സൂചിപ്പിച്ചു. ബഹുമാനപ്പെട്ട ഫാദർ അഗസ്റ്റിൻ മേച്ചേരിയത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. അതുപോലെ തന്നെ നല്ലൊരു കവിത, വളരെ മനോഹരമായ കവിത ആലിച്ച അഷ്നാമോൾ ഷിജു. ആ കുട്ടിക്ക് കവിത പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്ത അധ്യാപകരായതുകൊണ്ട്, മാതാപിതാക്കളായിരിക്കുന്നുണ്ട്. അവർക്ക് ആദ്യം തന്നെ ഏറ്റവും ഒരു കൂപ്പുകയോടെ തന്നെ ആശംസകൾ അറിയിക്കുകയാണ്. എന്നുവെച്ചാൽ വളരെ മനോഹരമായിട്ടാണ് അവതരിപ്പിച്ചത്. കപ്പിൾ ഡാൻസ് അവതരിപ്പിച്ച ആരതി അതിൻ്റെ മേഖലന് അവരും നല്ല രീതിയിലുള്ള വളരെ മനോഹരമായി തന്നെയാണ് ആ ഡാൻസ് അവതരിപ്പിച്ചത്. എന്നുവെച്ചാൽ കുഞ്ഞു കുട്ടികളാണ്. ആ കുട്ടികൾ ഇത്രയും മനോഹരമായ ഗാനങ്ങൾ അവർ അവതരിപ്പിക്കുന്നുണ്ടെങ്കിൽ അത്രയും അവർക്ക് ഓരോ പ്രോത്സാഹനവും അവർക്ക് നൽകിയിട്ടുണ്ടെന്ന് നമ്മൾ ചിന്തിക്കണം. ഡാൻസ് അവതരിപ്പിച്ച ഏറ്റവും ലാസ്റ്റ് ഇപ്പോൾ മനോഹരമായ ഡാൻസ് കളിച്ച, മനോഹരമായ ഉടുപ്പുകൾ, തിളങ്ങുന്ന ഉടുപ്പുകളൊക്കെ ഇട്ട് വളരെ മനോഹരമായി നല്ലൊരു ഗ്രൂപ്പ് ഡാൻസ് അവതരിപ്പിച്ച കുട്ടികൾ, അവർക്കും എല്ലാവിധ ആശംസകൾ അറിയിക്കുന്നു. അതവരെ പരിശീലിപ്പിച്ച അധ്യാപകർക്ക് ഏറ്റവും സ്നേഹത്തോടെ, മാതാപിതാക്കൾക്ക് ഏറ്റവും സ്നേഹത്തോടെ ആശംസകൾ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ എടുത്ത് പറയേണ്ട, നമ്മുടെ ഇവിടെ ഈ കുട്ടികൾ വന്ന കാലം തൊട്ട്, ഈ നേഷൻ സ്കൂളിൽ ചേർന്ന കാലം തൊട്ട് ഇവരെ പരിപാലിക്കുന്ന ബഹുമാനപ്പെട്ട സിസ്റ്റർ തെരേസ സിസ്റ്റർ, ലിസി ടീച്ചർ, അതുപോലെ ജൂലിയ ടീച്ചർ, ഇവരെ ഏറ്റവും എടുത്ത് ഇവർക്ക് ഉള്ള നന്ദി പറയുന്നു. കാര്യം സ്വന്തം കുഞ്ഞുങ്ങളെ പോലെ തന്നെ ഇവർ പരിപാലിക്കുന്നു. നമ്മളിവിടെ വീട്ടിൽ നിന്ന് നമ്മൾ സ്കൂളിൽ ഇവിടെ കൊണ്ടാക്കി
വൈകിട്ട് വരെ ആ നിമിഷം വരെ അവരെ പരിപാലിക്കുന്ന യാതൊരു കുറവുകളും വരുത്താതെ നമ്മുടെ വീട്ടിൽ പോലെ തന്നെ അവരെ കരുതുന്ന അവർക്ക് നമ്മുടെ ആശംസകളും അവർക്ക് നന്ദിയും പറഞ്ഞ് പോകാതിരിക്കാൻ നമുക്ക് പറ്റത്തില്ല. അപ്പോൾ അവർക്ക് ഏറ്റവും സ്നേഹബഹുമാനത്തോടെ നന്ദികളും സ്നേഹവും ആശംസകളും അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മളുടെ ഈ പരിപാടികൾ കോർഡിനേറ്റ് ചെയ്യുന്ന വേദി നമുക്ക് ഒരുക്കി തന്ന സ്കൂളിലെ അധ്യാപകർ, അഡ്മിനിസ്ട്രേറ്റേഴ്സ്, സ്കൂൾ മാനേജ്മെൻറ്റിന് ആശംസകൾ അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ പരിപാടികൾ വളരെ മനോഹരമായി കോർഡിനേറ്റ് ചെയ്യുന്ന സാറ് അനിൽ സാർ ജോൺസൺ സാർ രാവിലെ തൊട്ട് ഈ പരിപാടികൾക്ക് വേണ്ടി എല്ലാവിധ കാര്യങ്ങളും വളരെ മനോഹരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ബാക്കി ടീച്ചർമാർ, ഈ സ്കൂളിലെ ടീച്ചർമാർക്ക് ആശംസകൾ അറിയിക്കുന്നു. ഇവിടെ വളരെ നമ്മുടെ ഈ സമയത്ത് ഇവിടെ എത്തിച്ചേർന്ന എല്ലാ പ്രിയപ്പെട്ട അമ്മമാർക്ക്, അച്ഛന്മാർക്ക്, ഈ പരിപാടി ഏൽപ്പിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ആശംസകൾ അറിയിക്കുന്നു. ഈ കുട്ടികളെ ഇത്രയും നല്ല രീതിയിൽ ഈ പരിപാടികൾ അവതരിപ്പിക്കുവാൻ ഒരിക്കൽ കൂടി പറയുകയാണ്. ഇത്രയും നല്ല രീതിയിൽ പരിപാടികൾ അവതരിപ്പിക്കാൻ കുട്ടികളെ പ്രാപ്തരാക്കിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്കും ടീച്ചർമാർക്കും ആശംസകൾ അറിയിക്കുന്നു. അപ്പം ഞാൻ ഇതുപോലെ ഈ പരിപാടി വളരെ മനോഹരമാക്കി ഇവിടെ അലങ്കരിക്കുവാനും ബെഞ്ചുകൾ അതുപോലെ സ്കൂളിലായിരുന്നു, നമ്മുടെ ക്ലാസ് റൂം മാറ്റി ഈ കസേരകളൊക്കെ ഇട്ട് വളരെ മനോഹരമായ ആളുകൾക്ക് ഇരിക്കുവാൻ ഉള്ള അറേഞ്ച്മെൻറ്റുകൾ ചെയ്ത ബന്ധപ്പെട്ട ആളുകൾക്കും വളരെ നന്ദിയും ആശംസകളും അറിയിക്കുന്നു. എൻ്റെ കർത്തവ്യം ഞാൻ നിർത്തുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇവിടെ വന്ന് എത്തിച്ചേർക്കുന്ന എല്ലാവർക്കും ഈ പരിപാടി ആസ്വദിക്കുന്ന, കൈയടിക്കുന്ന, പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, ബഹുമാനപ്പെട്ട അച്ഛന്, ബഹുമാനപ്പെട്ട സിസ്റ്റർമാർ, ബഹുമാനപ്പെട്ട മാതാപിതാക്കൾ, ബഹുമാനപ്പെട്ട മറ്റു അധ്യാപകർ, പ്രിയപ്പെട്ട കുഞ്ഞുമക്കൾക്ക്, ഇവർക്കെല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഒരിക്കൽ കൂടി നന്ദിയും ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക്സ് മിസ്റ്റർ ബോബി ജോസഫ് അവർകളെ.